ഇത് തമിഴ്നാട് തേനി സ്വദേശിയായ എം രംഗനാഥൻ. ഇദ്ദേഹം കേരളത്തിലെത്തിയിട്ട് 1 വർഷം പൂർത്തിയാകുന്നു. കൽപ്പണിയും മരപ്പണിയും കൃഷിപ്പണിയും തുടങ്ങി കുടുംബം പോറ്റാൻ വേണ്ടി എല്ലാ ജോലികളും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ട ഗവൺമെന്റ് HSS പരിസരം വൃത്തിയാക്കുന്ന ജോലിക്കായി എത്തിയതായിരുന്നു ഇദ്ദേഹം. സ്കൂൾ മുറ്റത്ത് മുറിച്ചിട്ട മരക്കഷണങ്ങൾ നീക്കം ചെയ്യുന്ന ജോലിയായിരുന്നു രംഗനാഥൻ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ജോലിക്കിടെ ഇയാൾ ഇടയ്ക്കിടെ ഒരു ക്ലാസ് മുറിയിലേക്ക് നോക്കി നിൽക്കുന്നത് പ്രിൻസിപ്പലായ ഷീജ സലീമിന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. തുടർന്ന് നിർവികാരനായിക്കൊണ്ട് ക്ലാസ് മുറിയിലേക്ക് നോക്കി നിൽക്കുന്ന ഇയാളുടെ അടുത്ത് ചെന്ന് പ്രിൻസിപ്പൽ കാര്യമന്വേഷിക്കുകയായിരുന്നു. എന്നാൽ ഇദ്ദേഹം പറഞ്ഞ മറുപടി കേട്ട ടീച്ചർ ഞെട്ടിപ്പോയി എന്ന് തന്നെ പറയാം. കാരണം രംഗനാഥൻ ആളെ ചില്ലറക്കാരനല്ല. 2 ബിരുദാനന്തര ബിരുദം സ്വന്തമാക്കിയ ആളാണ് ഈ കൂലിവേല ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതോടെ ടീച്ചർ രംഗനാഥനെ ഓഫീസിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. തന്റെ ജീവിതകഥ പ്രിൻസിപ്പളിനോട് പറഞ്ഞപ്പോൾ അവർക്ക് വിസ്മയമാണ് തോന്നിയത്. തുടർന്ന് ഇത്രത്തോളം വിദ്യാഭ്യാസമുള്ള കൂലിപ്പണിക്കാരന്റെ ജീവിതാധ്വാനത്തെക്കുറിച്ച് കുട്ടികൾക്ക് മുമ്പിൽ പങ്കുവെക്കാൻ ടീച്ചർ രംഗനാഥന് അവസരം നൽകുകയും ചെയ്തു. മിക്ക ആളുകളും ഒരു ഡിഗ്രിയെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ജോലികൾക്കൊന്നും പോകാൻ മുതിരാറില്ല. അവർ വൈറ്റ് കോളർ ജോലികൾക്കായി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവിടെയാണ് രംഗനാഥനെ പോലെയുള്ള ആളുകൾ വേറിട്ട് നിൽക്കുന്നത്. തേനി സ്വദേശിയായ രംഗനാഥൻ ഉത്തമപാളയം കോംബൈ RC സ്കൂളിലാണ് പഠിച്ചത്. +2 ശേഷം മധുര അമേരിക്കൻ കോളേജിൽ നിന്നും തമിഴ് സാഹിത്യത്തിൽ ഡിഗ്രിയും കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കറസ്പോണ്ടന്റായി PGയും മാർത്താണ്ഡം സെന്റ് ജോസഫ് ടീച്ചർ എഡ്യൂക്കേഷൻ കോളേജിൽ നിന്നും B.Edഉം ട്രിച്ചി ജീവൻ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ നിന്ന് M.Edഉം നേടിയിട്ടുണ്ട്. തുടർന്ന് കോംബെ SKP സ്കൂളിൽ 1 വർഷം താൽക്കാലിക അധ്യാപന ജോലി നോക്കി. 6000 രൂപയായിരുന്നു ശമ്പളമുണ്ടായിരുന്നത്. അതും കൃത്യമായി കിട്ടിയിരുന്നില്ല. ഇതോടെയാണ് രംഗനാഥൻ പെരുമ്പാവൂരിലേക്ക് വണ്ടി കയറുന്നത്. ഇപ്പോൾ അദ്ദേഹം ദിവസം 1100 രൂപ സമ്പാദിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ഭാര്യ സെൽവി ലാബ് ടെക്നീഷ്യനായി ജോലി ചെയ്തു വരികയാണ്. 5 വയസ്സുള്ള ഒരു മകനും രംഗനാഥനുണ്ട്. വിവാഹശേഷം ജീവിത ചെലവ് കൂടിയപ്പോഴാണ് കേരളത്തിലേക്ക് എത്തിയത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ദിവസക്കൂലി വെച്ചു നോക്കുമ്പോൾ തമിഴ്നാട്ടിലേക്കാളും ഒരു ദിവസം കൂലി ചെയ്താൽ 300 രൂപ കൂടുതൽ ലഭിക്കുമെന്നുള്ളതായിരുന്നു അതിന് കാരണമെന്നും രംഗനാഥൻ പറയുന്നു. എന്തായാലും രംഗനാഥന്റെ വാർത്ത സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ഇദ്ദേഹത്തെ നെഞ്ചോട് ചേർത്തിരിക്കുകയാണ് കേരളക്കര ഇപ്പോൾ. ഇതൊന്നും കൂടാതെ ഒരു കലാകാരൻ കൂടിയാണ് രംഗനാഥൻ. സമയം കിട്ടുമ്പോഴെല്ലാം തമിഴ് പാട്ടുകൾ എഴുതി ട്യൂൺ ചെയ്യാറുണ്ടെന്നും ഇദ്ദേഹം പറയുന്നു. കൂടാതെ തമിഴിൽ പ്രസംഗിക്കും, തമിഴ് താരങ്ങളുടെ ശബ്ദം അനുകരിക്കും, പാട്ട് പാടും, ഡാൻസ് കളിക്കും. പരമ്പരാഗതമായ ചില തമിഴ് ആയോധന കലകളും ഇദ്ദേഹത്തിന് വശമുണ്ട്. ഇതൊന്നും കൂടാതെ ഒരു തമിഴ് സിനിമയ്ക്ക് തിരക്കഥ എഴുതണമെന്നത് തന്റെ ആഗ്രഹമാണെന്നും ഇദ്ദേഹം പറയുന്നുണ്ട്. പെരുമ്പാവൂരിലെ ഒരു കറി പൗഡർ ഫാക്ടറിയിലാണ് ആദ്യമായി ഇദ്ദേഹം ജോലിയിൽ കയറുന്നത്. അവിടെ നിന്നും മിച്ചം പിടിച്ച തുക കൊണ്ടാണ് M.Ed പൂർത്തിയാക്കിയതെന്നായിരുന്നു ഇദ്ദേഹം പറഞ്ഞത്. ഇനി LLB പഠിക്കണമെന്ന ഒരു ആഗ്രഹം കൂടി രംഗനാഥനുണ്ട്. എന്തായാലും ഇദ്ദേഹത്തിന് ഒരു നല്ല ഭാവി ലഭിക്കട്ടെ എന്നതിനെ നമുക്ക് ആശംസിക്കാം.